പല നാൾ കള്ളൻ ഒരു നാൾ കെണിയിൽ വീഴുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. പറഞ്ഞു പ്രശസ്ത ഈ രഞ്ജിത്ത് പോലും സ്വപ്നം കണ്ടിരിക്കില്ല ഈ മെയ് മാസ പുലരിക്ക് കഥ എഴുതുമ്പോഴോ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പ്രാദേശിക വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമ ചെയ്യുമ്പോഴോ ഇന്നത്തെ രഞ്ജിത്തായി വളരുമെന്ന് രഞ്ജിത്ത് സ്വപ്നം കണ്ടിരിക്കില്ല. അതെ അതെ, നിങ്ങൾ തന്നെ വളർന്നു. നമുക്ക് കുറേ നല്ല സിനിമകൾ അയാൾ എഴുതി തന്നു. അയാളിപ്പോൾ ലോ ആൻഡ് ഓർഡർ, നല്ല പേര്, സിനിമയുടെ പേര് ലോ ആൻഡ് ഓർഡർ ഒരു കയ്യബദ്ധം നാറ്റുകരുത് എന്ന് പറഞ്ഞൊരു സിനിമ കൊച്ചിയിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിക്കുന്നതിനിടയിൽ അതിൽ അഭിനയിക്കാൻ വന്ന അന്യഭാഷക്കാരിയായ ഒരു നടിയോട് അപമര്യാദയായി പെരുമാറി. ഇങ്ങനെ ജീവിക്കാൻ ഇവനൊന്നും ഒരു ഉളുപ്പില്ലെന്ന് ഞാൻ ജനുവരിയിലാണേ. അപ്പോൾ ജനുവരിയിൽ കാരവാനകത്ത് വെച്ച് അപമര്യാദയായി പെരുമാറുകയോ മോശം വർത്തമാനങ്ങൾ, സെക്സി വർത്തമാനങ്ങൾ പറയുകയോ ചെയ്തിരുന്നുവെങ്കിൽ കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും. അതെ അതെ, ഒരു 5-6 ദിവസം കൂടെ നിന്നാലറിയാം കുസൃതിയുടെ കടുപ്പം. ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരവാനിലേക്ക് വിളിച്ച് കൂടുതൽ വലിയ റോൾ തരാം എന്ന ഓഫർ വച്ചു എന്നാണ് പരാതി പറയുന്നത്. അപ്പോൾ പീഡിപ്പിച്ചു എന്ന പരാതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പീഡിപ്പിച്ചിട്ടില്ല, മാനസികമായി തകർത്ത് കളഞ്ഞു. അതാണ് പ്രശ്നം. ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങളും അതുപോലുള്ള മോശമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ കാരവാനകത്ത് വെച്ച് സംസാരിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ പറയുന്നു ഒരു വേഷം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ വേഷം തരാം എന്നോട് സഹകരിച്ചാൽ എന്നെങ്ങനെ പറയും? ആ റോളിനെ വേണമെങ്കിൽ വലുതാക്കാമെന്നുള്ളതല്ലാതെ കൂടുതൽ വലിയ റോള് തരാം സഹകരിച്ചാൽ, ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കൽ വാങ്ങലുകൾ വേണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ.